ഇങ്ങനെ ഏതാണ്ട് സ്ഥലം. ആ ഇതന്നെ വീട്. ഇതന്നെ ഫോട്ടോയിൽ കണ്ട അതേ വീട്. രണ്ടായിരിക്കും. ഭവാനിയമ്മേ, ശുദ്ധന്നല്ലേ ഭവാനിയമ്മേ. എടാ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നോ? ഓർമ്മയില്ലാതെ പോയി. അയ്യോ, ഞാൻ വിചാരിച്ചു മറന്നുപോയെന്ന്. അങ്ങനെ മറക്ക് ആണല്ലേ? എന്താണ് ഇങ്ങോട്ടൊക്കെ? അത് ശരി, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല. അങ്ങനല്ലേ, ഞാൻ ചുമ്മാ ഒരു ഫ്ലോയില് ചോദിച്ചതാ. അമ്മൂമ്മായി, നമുക്ക് വിരുന്നുകാരിയുണ്ട്. അത് ശരി, ഞാൻ വിരുന്നുകാരിയാണോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഒരു ഫ്ലോയില് കുറെ ആയല്ലോ അങ്ങനെ കണ്ടിട്ട്, അപ്പൊ അങ്ങനെ പറഞ്ഞത്. അയ്യോ, ഇതാര്? എത്ര നാളായി കണ്ടിട്ട്. അതാ ഞാനും പറഞ്ഞു, എത്ര നാളായി എന്തുണ്ട്, സുഖല്ലേ? മെലിഞ്ഞുണങ്ങി പോയി. പാർക്കിട്ടെ, എന്ത് സുഖല്ലേടി? എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളൊക്കെ പറ. നല്ല വിശേഷം തന്നെ. അമ്മയ്ക്ക് സുഖല്ലേ? നന്നായിട്ടിരിക്കുന്നുണ്ട്. എത്ര നാളായി കണ്ടിട്ട്. എന്താ ഇവിടെ? അയ്യോ, ഞാനിങ്ങോട്ട് താമസം മാറ്റി. എവിടെ? കൊച്ചിയിലേക്ക്. ഇതേ ഈ വാഴക്കാലയിലേക്ക്. ഇനി നമ്മളൊക്കെ കൊച്ചിക്കാരാ. ആദ്യം കൊച്ചിയിലോട്ട് അല്ല വാഴക്കാലയിലേക്ക് താമസം മാറിയേ? അത് പിന്നെ കാക്കനാടല്ലേ സാബുചേട്ടൻ വർക്ക് ചെയ്യുന്നേ. കൊറേ നാളോണ്ട് വിളിച്ചോണ്ടിരിക്കുക എന്നെ മോളെയും. ഞാൻ പിന്നെ അവിടത്തതൊക്കെ വിട്ടിട്ട് വരാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് പോന്നു. കോട്ടേഴ്സിലാണല്ലോ പുള്ളി ഉള്ളത്. മോളെ ഇവിടെ ചേർത്തു. എന്നാലും ഭവാനിയമ്മ കാണിച്ചത് ശരിയായില്ല. എന്ത്? അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന ശേഷം പിന്നെ ഒരു മൈൻഡും ഇല്ല. അയ്യോ, എന്റെ പൊന്നു മോളെ, ഞാൻ എപ്പോഴും നിങ്ങളെ പറ്റി ഓർക്കാറുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ കാര്യം നോക്കി ഇവിടെ നിൽക്കുവായതുകൊണ്ട് അങ്ങ് തിരക്കാന്നേ. എനിക്ക് ഇരിക്കാൻ നേരമില്ല. കേട്ടോ കനകം, എനിക്ക് പടവലത്ത് എല്ലാ കാര്യത്തിനും എന്റെ കയ്യാളായിട്ട് നിൽക്കുന്ന എവളാ. ഞാൻ എന്നെ മൊബൈല് പഠിപ്പിച്ചത് എവളാ. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നത്. ഒരു ബൾബ് ഇടണമെങ്കിലേ, ഒരു സ്വിച്ച് മാറ്റണമെങ്കിലേ എല്ലാം എവള് വരും. ഞാൻ കടയിലെങ്ങാണോ ഒന്ന് പോണമെങ്കിലേ ജോമോളേന്നൊന്ന് വിളിച്ചാ മതി, അപ്പൊ തന്നെ വണ്ടി എടുത്തോണ്ട് വരും. ചുരുക്കി പറഞ്ഞ പടവലത്തുള്ള അമ്മൂമ്മയുടെ കനകം. എവിടെ മുമ്പിൽ കനകമൊക്കെ എന്തോന്നു. ഇത് മൊത്തമേ ടെക്നോളജിയാ, ടെക്നോളജി. കനകത്തിന് അതിന് എന്തോ അറിയാം. കൊറേ മത്തങ്ങ കണ്ടിച്ചിട്ട് സാമ്പാർ വെക്കാനും ചക്രപ്പൊങ്കലം കൊട്ടക്കാ ഇതല്ലേ അറിയത്തുള്ളൂ. ഇത് ഇനി നമ്മുടെ സരളയും സാവിത്രിയും സരോജം കൂടി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പൂർത്തിയായി. ഒരു കാര്യം ചെയ്യ, കുറയ്ക്കണ്ട. പടവലം രാജ്യത്തുള്ള എല്ലാരും കൂടെ കൊച്ചി രാജ്യത്തോട്ട് എഴുന്നള്ളാൻ പറ. ഒന്ന് പോടാ അവിടുന്ന്. നമ്മുടെ ഗ്യാങ്ങിനെ കുറിച്ചല്ലോ ഇവനറിയാവോ? പടവലം. എടാ മോനെ, ഞങ്ങളുടെ ഗ്യാങ് അത്ര നിസ്സാര ഗ്യാങ് ഒന്നല്ല. അമ്മൂമ്മക്ക് സന്തോഷം പെരുന്നാളായിരിക്കും. ഇനി ഇവിടെ ആരും ഇല്ലെങ്കിലും അമ്മൂമ്മ ഹാപ്പിയാ. അവിടുന്ന് വന്നിട്ടൊന്നും കൊണ്ടുവന്നില്ലേ? അയ്യോ, ദേ എല്ലാവർക്കും ഉണ്ട്. ഞാൻ അതൊക്കെ മറന്നുപോയി ആ സന്തോഷത്തില്. അയ്യോ, എനിക്കങ്ങോട്ട് ഗസ്റ്റ് വന്നിട്ട് അയ്യോ ജോമോളേച്ചി വന്നിട്ട് അകത്തേക്ക് വിളിക്കണില്ലേ? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. നിന്നെ കണ്ട സന്തോഷത്തിലേ അകത്തോട്ട് വിളിക്കാൻ മറന്നുപോയി. ഇതാണല്ലേ വീട്. എന്താ ഇങ്ങനെ നിൽക്കുന്ന? കടയിൽ പോകുന്നില്ലയോ? എന്നാ പിന്നെ പെട്ടെന്ന് പോയിട്ട് വാ. പോയിട്ട് വരുമ്പോഴേ കുറച്ച് ജിലേബിയും കൂടെ മേടിച്ചോണ്ട് വരണേ. ജോമോക്ക് ജിലേബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. ജിലേബി മേടിക്കുന്നുണ്ടോ? പിന്നെ കുറച്ച് മിച്ചറോട് മേടിച്ചോ. പെട്ടെന്ന് വേണം. എന്തിനു നോക്കിക്കൊണ്ടിരിക്കുന്നേ? കുറച്ച് ലഡുവും മേടിക്കുക, മിച്ചറും മേടിക്കുക, ജിലേബിയും മേടിക്കുക. പെട്ടെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നേ, പോയിട്ട് വാ. ஜோமோலா படவலத்துல அம்மாவோட மெயின் ஆளா? அப்ப நான்
പല്ല് പോകും കൊച്ചേ. ഉള്ളത് പറയാലോ അമ്മ. അമ്മ അവിടുന്ന് പോകുന്നതിന് ശേഷം ഒരു രസവും ഇല്ല, ആർക്കും ഒരു ഉഷാറില്ലാന്നേ. അമ്മ അവിടെ ഉണ്ടായപ്പോ എന്തൊരു ആവേശം എനർജി ഒക്കെ ആയിരുന്നു. കനവയ്യ. ഞാൻ പെരുമാറുന്ന പോലെ ഒന്നുവേ അവിടെ വേറെ ആരും പെരുമാറത്തില്ലെന്നേ. സത്യം, അത് സത്യം. ചേച്ചി ഈ അമ്മൂമ്മ അതിന് അത്ര വലിയ സംഭവമായിരുന്നു. ആയിരുന്നോന്നോ? ഞങ്ങളുടെ കുടുംബശ്രീ ഇത്ര പവർഫുൾ ആയിട്ട് പോയത് തന്നെ കാരണം അമ്മയാ, അറിയോ? അമ്മ അന്ന് രാജിവെച്ച് പോയില്ലേ, അന്ന് എല്ലാവരും എന്തൊരു കരച്ചിലായിരുന്നു എന്നറിയോ? ഞാൻ വരെ മാറി നിന്ന് കരയായിരുന്നു. തള്ളാൻ വേണ്ടി കാശ് കൊടുത്ത് ആടെ വരുത്തിച്ചതാണോ? അതൊന്നുമല്ല, ഇതേ ഉള്ളിൽ നിന്ന് വരുന്നതാ. പക്ഷെ ഇത് കേട്ടിട്ട് തള്ളലാന്നാ തോന്നണം. മിണ്ടാവുന്നോണം കേട്ടോ. ലച്ചു എന്താ സ്വകാര്യം പറയുന്നത്? ഒന്നുമില്ല. ലച്ചു പറയുമായിരുന്നേ, മോൾ എന്നെ പറ്റി പറഞ്ഞില്ലയോ, അതൊക്കെ കള്ളാന്ന്. അയ്യെ, തള്ളലൊന്നല്ല. അതെന്ത് വർത്താനാ ലച്ചു പറഞ്ഞത്? ഞാൻ അങ്ങനെ അമ്മേനെ പറ്റി തള്ളിയതൊന്നുമല്ല. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയണ ആളാ. അതെ, ഞങ്ങൾ എല്ലാരും അങ്ങനെ ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി അങ്ങ് പറയും. അതെ, അമ്മൂമ്മ അങ്ങനെ തന്നെയാ, ഉള്ള കാര്യം ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയും. കനകം, നീ എത്ര നേരമായി കടയിൽ പോയിട്ട് ഇത് എന്തോ എടുത്തോണ്ടിരിക്കുന്ന അവിടെ? அம்மா நான் சீக்கிரம் வந்தேன்ல. എന്തോന്ന് ശീഘ്രം വന്നു? നീ കൊറേ നേരമായില്ലേ പോയിട്ട്? ഓ, അവള് കേട്ടെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല. അമ്മൂമ്മ മോളെ നേരത്തെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഇത് കനകം. അങ്ങ് സ്വദേശം അങ്ങ് മധുരല്ല. വണക്കം. ഇപ്പൊ എന്റെ കൂടെ തന്നെ ആണല്ലേ? പറഞ്ഞ സാധനമൊക്കെ മേടിച്ചായിരുന്നു. ஆமா. നമുക്ക് ഇഷ്ടമുള്ള ജിലേബി. ഓർമ്മയുണ്ടല്ലോ, പിന്നെ കഴിക്കാം. സാമ്പാറിന്റെ പച്ചക്കറിയൊക്കെ മേടിച്ചോ? ஓ அம்மா எல்லாம் இருக்கு. പിന്നെ എന്തുവാ നോക്കിക്കൊണ്ട് നിക്കുന്നേ? എടുത്തു വെച്ച് അരിയേ. സാമ്പാറാണല്ലേ ഇന്ന്? ആ, ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ അമ്മേ, എന്തായാലും ഞാൻ വൈകുന്നേരം പോകത്തുള്ളൂ. ഈ സാമ്പാർ ഞാൻ വെക്കട്ടെ? വെച്ചോ. ஐயோ அது வேண்டாம், நான் வைப்பேன் சாம்பார். അയ്യോ കുഴപ്പമില്ല, ഞാൻ വെച്ചോളാം. வேண்டாம், நான் தான் இங்க எல்லாமே செய்வேன். അയ്യോ അത് കുഴപ്പമില്ല. പടവലത്ത് അമ്മയുടെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴേ ഞാൻ കുക്ക് ചെയ്യാറുണ്ടല്ലോ അമ്മേ. ஆனா இங்க நான் தான் எல்லாமே செய்வேன். വേണ്ട, ഇന്നിപ്പം ജോമോള് വെക്കട്ടെ. ജോമോള് വെക്കുന്ന സാമ്പാർ നീ കൂട്ടിയിട്ടില്ലല്ലോ. ആ, അതൊന്ന് കൂട്ടി നോക്കണം. ജോമോടെ സാമ്പാർ കൂട്ടിയാലേ പിന്നെ ചോറ് തിന്നത്തില്ല, സാമ്പാർ ഇങ്ങനെ കുടിച്ചോണ്ടേയിരിക്കും. അമ്മ എനിക്ക് സാമ്പാറൊക്കെ വെക്കാൻ പഠിപ്പിച്ചത്. எனக்கும் அம்மா தான் சாம்பார் எல்லாம் வைக்க கத்து கொடுத்தாங்க. നീ വെക്കുന്ന മാട്ട സാമ്പാറല്ലയോ? ആശാൻ വെക്കാൻ പഠിപ്പിച്ചാലേ ആശാനേക്കാൾ നന്നായിട്ട് വെക്കാനുള്ള കഴിവ് വേണം. അത് ജോമോക്കുണ്ട്. அம்மா நானும் நல்ல சாம்பார் வைப்பேன்ல. പിന്നെ നല്ലപോലെ സാമ്പാർ വെക്കും, മധുരയിലുള്ള മാട്ട സാമ്പാർ. ജോമോളേച്ചി, ചേച്ചീനെ അമ്മൂമ്മക്ക് ഭയങ്കര കാര്യമാണല്ലോ. ആണല്ലോ. എനിക്ക് അവൾ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ആരെയും വേണ്ട, എന്റെ ജോമോള് മതി എനിക്ക്. കനകാന്റിക്ക് അറിയോ പടവലത്തെ അമ്മൂമ്മയുടെ പെറ്റാരാന്നറിയോ? ദേ ഈ നിൽക്കുന്ന ജോമോളേച്ചിയാ. ജോമോളെ, നീ വെക്കുന്ന സാമ്പാറല്ലേ, അത് വെക്കാൻ കനകത്തിനെയും കൂടെ ഒന്ന് പഠിപ്പിക്കണം. അത് മാത്രല്ല, ഇങ്ങോട്ട് വെക്ക്, നീ വെക്കുന്ന ആ മുള വിട്ട മീൻകറി ഉണ്ടല്ലോ, ആ മീൻകറിയും കൂടെ എവളെ ഒന്ന് പഠിപ്പിക്കണം. ഞാനേ പറഞ്ഞു കൊടുത്ത് മടുത്ത്. പിന്നെന്താ, കുറച്ചു ദിവസം എന്റെ കൂടെ വിട്, ഞാൻ പഠിപ്പിച്ചു കൊടുക്കാനല്ല. എന്തിനാ കുറച്ചു ദിവസം ആകുന്നേ? അങ്ങ് എടുത്തോ ഫ്രീ ആയിട്ട്. അപ്പൊ അമ്മൂമ്മ കനകാന്റിനെ കൊടുത്തുവിടാൻ പോവാ? പിന്നെ അല്ലാതെ സാമ്പാർ വെക്കാനെങ്കിലും പഠിക്കുമല്ലോ. ജോമോളെ വാ, നമുക്ക് അവിടെ ഒക്കെ ഒന്ന് കാണാം. ശരി. லெச்சு, அம்மா நிஜமா ஜோமோல் கூட என்ன அனுப்புவாங்களா? அதுவும் ஃப்ரீயா? അമ്മൂമ്മയുടെ കാര്യമല്ല നീ പറയാൻ പറ്റൂല. நானும் நல்லா சமைப்பேன்ல, அதெல்லாம் என்ன அம்மா சொல்லவே இல்ல. അതിനുള്ള പ്രസക്തി ഇല്ല ആന്റി. எனக்கு வேண்டாம்.
എന്താണ് കനകാൻറ്റി ഇവിടെ വന്ന് നിൽക്കുന്നത്? ஒன்றும் இல்லை லட்சு, நான் அவங்க பேசுறது பார்த்துட்டு இருந்தேன், அவ்வளோதான். നല്ല സിങ്ക് ആണല്ലേ രണ്ടുപേരും. കുറെ നാളായി ഇങ്ങനത്തെ ഒരു ബോണ്ടിങ് ഒക്കെ കണ്ടിട്ട്. அவ்வளோக்கா சிங்கெல்லாம் இல்லை. ചെറിയൊരു അസൂയ കുശുമ്പ് ഒക്കെ എവിടെയോ ഉണ്ട് അല്ലേ? எனக்கு அசூயா குசும்பெல்லாம் இல்லை. ആ അത് തെരിയത്. ചേച്ചി ഓ അമ്മൂമ്മ ഭയങ്കര ഹാപ്പി ആണല്ലോ. ആടാ, കൊറേ നാളായി ഞാൻ അമ്മൂമ്മ ഇങ്ങനെ സന്തോഷിക്കുന്ന കണ്ടിട്ട്. அவ்வளோக்கா ஹாப்பியெல்லாம் இல்லை. ചിരിച്ചു ഉല്ലസിച്ചല്ലിരിക്കണത്, എന്നിട്ട് ഹാപ്പി അല്ലെന്നാ? അവര് നല്ല ഹാപ്പിയാ. ജോമോളെ വെച്ചുള്ളതുകൊണ്ട് അമ്മൂമ്മ ഡബിൾ ഹാപ്പി ആവും. നമ്മളെയൊക്കെ മറക്കുമെന്തോ. பாரு, നമ്മളെല്ലാം മറക്കാது, அப்படியெல்லாம் சொல்லக்கூடாது. അത് പറയാൻ പറ്റില്ല ആന്റി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ അമ്മൂമ്മയുടെ സ്വഭാവം. സ്വഭാവം എല്ലാം தெரியும். അമ്മൂമ്മയും കുറ്റം പറയാൻ പറ്റില്ലേ. സംഭവം അമ്മൂമ്മയ്ക്ക് ഇവിടെ കമ്പനി കൊടുക്കാൻ ആരും ഇല്ലാത്തോണ്ടാണ് കനകാൻ്റെ കൂടെ കറങ്ങി അടിച്ച് നടന്നിരുന്നത്. அது என்னடா அப்படி ஒரு பேச்சு? அம்மாக்கு நான் ரொம்ப நல்ல கம்பெனி தான். அம்மாக்கு என்கிட்ட நல்ல பாசம் இருக்கு. പാസമൊക്കെ എല്ലാവർക്കും എല്ലാവരോടും ഉണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിനൊരു കുളിർമ കിട്ടണമെങ്കിൽ അത്രയും ആത്മബന്ധമുള്ള ആരെങ്കിലും ഒക്കെ നമ്മളത് സംസാരിക്കുന്നു. ഈ ജോമോളേച്ചി ഉണ്ടല്ലോ അങ്ങനത്തെ ഒരാളാ. അതുകൊണ്ടാണ് അമ്മൂമ്മക്ക് ഇത്ര സന്തോഷം. കേശുവേ, ഇനിയിപ്പൊ അമ്മൂമ്മക്ക് എന്നെയും നിന്നെയും പാറുവിനെയും കനകാന്റീനെയും ഒക്കെ വേണ്ടാണ്ടാവോ? லட்சு, அப்படியெல்லாம் ஆகாது, அப்படியெல்லாம் சொல்லக்கூடாது, தப்பு. തീർത്തോരാൻ പറ്റില്ല. എന്താ സന്തോഷം, എപ്പോഴും ഇങ്ങനെ തന്നെ കണ്ടാ മതി. അല്ല, നിങ്ങൾ എന്താ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല, അമ്മമ്മയുടെ സന്തോഷമൊക്കെ കണ്ട് നിന്നു പോയതാ. കനകം, സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചായിരുന്നോ? അതെന്താ? அம்மா, இவங்க தானே சாம்பார் வைக்கிறேன்னு சொன்னாங்க. അതും എവള് തന്നെ ചെയ്യണോ? അരിഞ്ഞു വെക്കണ്ടേ? சேரம்மா. ആ നിന്നെ ഒരു ചായ വേണം. ഇവള് മുമ്പേ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴല്ലേ ഞാൻ അവളെ വിളിച്ചോണ്ട് പോരുന്നത്. പിന്നെ നല്ല മധുരത്തി വേണം. ഇവക്ക് മധുരം എന്ന് വെച്ചാ പ്രാന്താ. കടുപ്പം കുറച്ച് പാല് കൂട്ടിയിട്ട്. വാ. പിന്നെ ആ സരളയുടെ കാര്യം എന്തായിരുന്നു? ആ സർലയുടെ അനിയത്തി ശാലിനി, അവളാണ് ഒളിച്ചോടി പോയത്. ആ അമ്മ എന്താ വിചാരിച്ച സരോജിനി കേട്ടാൻറ്റി, അമ്മൂമ്മയ്ക്ക് ജോമോളേച്ചിയുടെ പൾസ് വരെ അറിയാം. ഇവിടെ നമ്മുടെ അമ്മൂമ്മയ്ക്ക് എന്റെ പൾസ് അറിഞ്ഞില്ലെങ്കിൽ എന്താ, ജോമോള് വെച്ചൊരു പൾസ് നല്ല വൃത്തിക്കറിയാം. കേട്ടില്ലേ, മധുരം കൂട്ടിയെടുക്കണമെന്ന്. എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? ഇനിയിപ്പം മധുരം കൂട്ടി കടുപ്പം കുറച്ച് പാല് കൂട്ടി ഒരു ചായ എടുക്കും. ചെല്ല്, ചായ എടുക്കും. പാവം ചേട്ടാ, നല്ലോണം കൊണ്ടിട്ടുണ്ട്. സംഭവം എന്താ അറിയോ, കനകാന്റിയുടെ സ്ഥാനത്ത് വേറൊരാള് വരുമോ എന്നുള്ള പേടിയുണ്ടാണ്. കുറച്ചൊരു എരിയേറ്റ് വിട്ടാലേ. പോടാ പാവോടാ, ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കരയും. ഇപ്പൊ തന്നെ കണ്ണൊക്കെ നിറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, രസമല്ലേ? ആന്ന്
இவ்வளவு நாள் கனகம் 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 சொல்லிட்டு இப்ப வேற ஏதோ ஒருத்தி வந்தப்போ கனவும் இல்ல. മോശമായി ഭയങ്കര മോശമായി. എന്നാലും അമ്മൂമ്മ ഇങ്ങനെയൊക്കെ തുടങ്ങി എങ്ങനെയല്ലേ ചേച്ചി? ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ മാറുമോ? പ്ലേറ്റ് ആകുമ്പോ അമ്മൂമ്മ മാറും, അതല്ലേ അമ്മൂമ്മയുടെ പ്രശ്നം. പെണ്ണ് ഞാനാൻ്റെ അമ്മൂമ്മയുടെ അടുത്തോടൊന്നും പൊക്കളല്ലേ. ഇതെന്താ സംഭവം എന്ന് വെച്ചാലേ, നമ്മളിപ്പൊ അങ്ങോട്ട് ചെന്ന് ആൻറ്റി കേക്കണം, നമ്മളിപ്പം അങ്ങോട്ട് ചെന്ന് ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമ്മുടെ അമ്മൂമ്മയും ജോമോൾ ചേച്ചിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്റെ പൊന്നു, അങ്ങ് തുടങ്ങിയില്ലേ? എന്തുവാടാ കേച്ചു, നിനക്ക് ബോധമില്ലേ, വിവരമില്ലേ? ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കണ കണ്ടില്ലേ? എന്റെ പൊന്നു, എന്നെ കൊല വിളിച്ചു. അത് മാത്രോ, ആന്റിനിയും അവിടെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. എത്ര നേരമായി കനകത്തിന്റെ അടുത്തൊരു ചായ എടുക്കാൻ പറഞ്ഞിട്ട് കനക ഇതുവരെ ചായ എടുത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആന്റി, ജോമോളജിക്ക് എങ്ങനത്തെ ടൈപ്പ് ചായ വേണ്ടേന്നുള്ളത് ആന്റിക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇപ്പൊ ചോദിക്കണോ? ജോമോളെ അടുത്ത് ചോദിക്കണ്ട, അമ്മൂമ്മ അടുത്ത് ചോദിച്ചാൽ മതി, അമ്മൂമ്മക്ക് അറിയാമല്ലോ. അതെ, അല്ല വേണമെങ്കിൽ ആന്റിക്ക് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ. വേണ്ട, ആന്റിയുടെ കോൺഫിഡൻസ് കണ്ടറിയില്ലേ? കറക്റ്റ് കൊടുക്കണം കേട്ടോ ചായ, അല്ലെങ്കിൽ ചിലപ്പോ അമ്മൂമ്മക്ക് കലി വരും. അതെ ചായയിൽ എങ്ങനെ എന്താ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതല്ല ആന്റിന്റെ അമ്മ ഓടിക്കും ഉറപ്പാ. എനിക്ക് അവരെ കാണുമ്പോഴേ സൂര്യനെയും ദേവേനെയാണ് ഓർമ്മ. அப்படின்னா ബെസ്റ്റ്. ആന്റിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്റെ ആന്റി ദളപതി സിനിമയിലെ സൂര്യൻ ദേവൻ. இவ்வளோ க்ளோஸ் அவங்க, ரொம்ப க்ளோஸ், തിക് ഫ്രണ്ട്സ്. അത് മാത്രമല്ല മാസ് പിന്നല്ല மாசா പിന്നെ, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാനെന്തിനാ കപ്പം പിടിച്ചോണ്ടിരിക്കണേ? டீ வைக்கிறதுக்கு പണിയടക്കട്ടെ. അയ്യോ ചായ മിസ്സായ അമ്മുമ്മ അറിയാലോ. சொல்லுடா. സൊല്ലാം. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് കനകാന്റി അമ്മൂമ്മയോട് ഒരു സ്ഥലത്തോട് നടക്കാൻ പോകുന്നു. റോട്ടില് പെട്ടെന്നൊരു പട്ടി ഫ്രണ്ടി വന്നു. കനകാന്റി എന്ത് ചെയ്യും? ஓடிடுவேன். അതാണ് വ്യത്യാസം. പക്ഷെ ജോമോള് ചേച്ചി അങ്ങനല്ല. ജോമോള് ചേച്ചി ആ പട്ടിയുടെ വാഴയെ പിടിച്ച് തൂക്കെടുത്ത് കറക്കെടുത്ത് ഒരു എറിയങ്ങറി. അത്രയ്ക്ക് മാസം. ആന്റി, അമ്മ ചായ കിട്ടാത്തോണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടേ. இப்ப ரெடியாகும் பாரு. ചായ ഇതുവരെ ആയിട്ട് റെഡി ആയില്ലേ? കനകാന്റി, ജോമോളജിക്ക് കറക്റ്റ് സമയത്ത് ചായ കിട്ടിയില്ലെങ്കിൽ അമ്മൂമ്മ സീനാക്കും. ഞാൻ വീണ്ടും പറയുന്നു, இப்ப ரெடியாகும் லெச்சுட்டி. ചേച്ചി, ഓ എനിക്ക് അമ്മൂമ്മയുടെയും ജോമോള് ചേച്ചിയുടെയും പോക്ക് കണ്ടിട്ട് മിക്കവാറും ജോമോള് ചേച്ചി ഇവിടുന്ന് വിടുമെന്ന് തോന്നുന്നില്ല. ഇവിടെ തന്നെ മിക്കവാറും അമ്മൂമ്മ ഫിക്സ് ചെയ്യും. ആണോ? ഓ അങ്ങനെയാണെങ്കിൽ ആന്റിക്ക് സന്തോഷായില്ലേ? ആന്റിക്ക് പുതിയ കൂട്ടി കിട്ടിയല്ലോ. എനിക്ക് വയ്യ. വാ നമുക്ക് പോയേ. ആന്റി പെട്ടെന്ന് ചായ ട്ടാ. ஐயோ, அப்படி செய்வாங்களா? உனக்கு தரண்டி நாட்டி. சக்கரை ஜாஸ்தியா, கடுப்பம் கம்மியா, பால் ஜாஸ்தியான ஒரு டீ. ഇതെന്നെ അവിടത്തെ ഓളമ്മേ കൊളക്കടവിലുണ്ട്. കൊറേ പേരും കൂടി ഇരുന്ന് സ്ഥിരം ഗാഗടിയാണ്. ഇപ്പൊ പ്രസാദേട്ടൻ കല്യാണം കഴിച്ചോണ്ടെന്ന പുതിയ പെണ്ണും കൂടി ഉണ്ട്. ഞാനില്ലാത്തതിന്റെ ഒരു കുറവുണ്ട്. ഓഫ് ഭയങ്കരായിട്ടുണ്ട്. ശരിക്കും അത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഭയങ്കര ബോറടിയാന്നേ. ആണോ? എന്തു പറ്റി? ഇവിടുത്തെ പിള്ളേർക്കൊന്നും ആ ഒരു നമ്മുടെ വൈബില്ലെന്നേ. ചുമക്കൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ശരി തന്നെ, അമ്മൂമ്മ പറഞ്ഞ കറക്റ്റ് തന്നെ. കാരണം നമുക്കൊന്നും അവരുടെ വൈബ് കിട്ടില്ലല്ലോ. കാരണം അവര് തള്ള വൈബല്ലേ. എന്താണ്? ഞങ്ങള് ചുമ്മാ പറഞ്ഞത് ചേച്ചി. ഈ അമ്മൂമ്മക്ക് ഭയങ്കര നാവാന്നേ. പിടിച്ചിട്ടില്ലെങ്കിലേ ശരിയാവൂല. പിടിച്ചു കെട്ടാൻ വരുന്നു. അവിടെ കൊറേ പേര് പിടിച്ചു കെട്ടാൻ വന്നതാ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഒക്കെ ഫ്ലാറ്റ്. അമ്മ ആരാന്നാ വിചാരം? അല്ലമ്മേ? അതെ.
ഈ പിള്ളേർക്ക് അതൊന്നും അറിയത്തില്ലെന്നേ. അല്ല, ഒരു ചായ പറഞ്ഞിട്ട് എത്ര നേരമായി? ചായ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ വരും. കടുപ്പം കമ്മിയാ, പാൽ ജാസ്തിയാ, സക്കര ജാസ്തിയാണ് ടീ. താങ്ക് യു കനകേച്ചി. പൊളി. ഇവിടെ മുഖം എന്താ കടന്നൽ കുത്തിയത് പോലെ ഇരിക്കുന്നേ? കടന്നല്ല, ആന്റി കടയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ആന കുത്തിയതാ. ആരെ കുത്തിയോ? ഒന്നുമില്ല അമ്മൂമ്മ. മോളെ, മോള് ചായ കുടിക്ക്, ഞാൻ ഇപ്പൊ വരാവേ. ആ ടീ എപ്പടി ഇருக்கு? സൂപ്പറാ ഇருக்கு. അടിപൊളി ടീ. നല്ല രസമുണ്ട് കേട്ടോ. കനകം അല്ലേ? ഞങ്ങളിപ്പോ ഇത്രയേറെ സംസാരിച്ചോണ്ടിരുന്നില്ലേ? കനകേച്ചീനെ പറ്റിയാ ഇത്ര നേരം അമ്മ സംസാരിച്ചോണ്ടിരുന്നത്. മൂളയില്ലാത്ത പൊണ്ണു തന്നെ അമ്മ சொல்லிருப்பாங்க. അങ്ങനെയൊന്നല്ല. പിന്നെ കനക നല്ല കുട്ടിയാ, പാവാ എന്നൊക്കെയാ പറഞ്ഞേ. ഭയങ്കര കാര്യ അമ്മയ്ക്ക്. அப்படியே சொன்னாங்க? പിന്നെ വേറെ കാര്യം കൂടി പറഞ്ഞു. കനക ഇവിടെ ഉള്ളോണ്ടാ അമ്മ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന്. அப்படி சொன்னாங்களா? ഭവാനിയമ്മയ്ക്ക് കനക മോളെ പോലെയാന്നാ പറഞ്ഞേ. ഇനി തിരിച്ച് മധുരയ്ക്ക് വിടുന്നില്ല അത്രേ. അയ്യോ, എന്തിനാ ഇനി ഞങ്ങളെ നോക്കണേ? താങ്ക്സ് പറ. ടീ മുഴുസാ കുടിച്ചിട്ടീங்களா? അയ്യോ, കുടിക്കാനല്ലേ തന്നെ. എന്തൊരു നല്ല ചായ. ஏ சொல்லச்சு, இங்க வா. എങ്ങോട്ട്? இங்க வா, எனக்கு ஒரு விஷயம் சொல்றதுக்கு இருக்கு. வா. நான் ஒரு தப்பு செஞ்சுட்டேன்டா. തപ്പാ? டே, நான் நினைச்சேன் அம்மாக்கு என்கிட்ட பாசம் இல்ல, அந்த ஜோமோல் கூட என்ன ஃப்ரீயா அனுப்பிடுவாங்கன்னு நான் நினைச்சேன்டா. அதனால சின்னதா ஒரு தப்பு செஞ்சேன். എന്തോന്ന്? அந்த டீ இருக்குல்ல, அதுல கொஞ்சோண்டு ஒரே ஒரு பொருள் லூஸ் மோஷன் ஆகிறதுக்கு நான் கலக்கினேன்டா. ആന്റിനൊന്ന് ചൂട് കയറ്റാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞത്. அது எனக்கு தெரியாதுல்ல, கொஞ்சோண்டுதான், ஒரே ஒரு பொருள். എനിക്ക് തോന്നുന്നുണ്ടോ ആന്റിയുടെ സ്ഥാനത്ത് അമ്മൂമ്മ വേറെ ആളെ കൊണ്ടുവരുമെന്ന്? நான் பயந்துட்டேன். ഇനി എന്നെ ചെയ്യ വേണ്ട. നമ്മളെന്തിനാ ഇനി? നമ്മളൊന്നും ചെയ്യണ്ട, പുള്ളിക്കാരി ஏதாவது செய்யடோ. ചിരി മാറി. പണി തുടങ്ങിയെന്ന് തോന്നല്ലോ. ചായ കുടിച്ച മോളെ? ആ കുടിച്ചു കുടിച്ചു. എന്താ പറ്റി? എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അമ്മ. അതെ, ടോയ്ലറ്റ് എവിടെയാ? എന്താ പറ്റി? അത് ഒരു വേറെ അകത്തുണ്ട്. ആണല്ലേ? ഒന്ന് പോയിട്ട്. ഓക്ക് പെട്ടെന്ന് എന്ത് പറ്റി? ചിരി കുശുമ്പ്, ചിരി അസൂയ, ചിരി പൊസസീവ്നെസ്, അതെല്ലാം കൂടെ ഒന്ന് വർക്കൗട്ട് ആയതാ അല്ലേ ആന്റി? ஆமான்னு நினைக்கிறேம்மா.